ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. വരുന്ന ട്രാൻസ്ഫർ ജാലകങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും കാര്യമായ മാറ്റങ്ങൾ ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് റൂമറുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. പല ബ്ലാസ്റ്റേഴ്സ് താരങ്ങളും ക്ലബ്ബ് വിട്ടേക്കും എന്നാണ് റൂമറുകൾ വരുന്നത്. ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യൻ താരമായ സൗരവ് മണ്ഡൽ ഗോകുലം കേരളയിലേക്ക് പോവുകയാണ് എന്ന വാർത്തകൾ പുറത്തേക്ക് വന്നിരുന്നു. ബ്രൈസ് മിറാണ്ട, രാഹുൽ KP, ഇഷാൻ പണ്ഡിത തുടങ്ങിയ താരങ്ങളെല്ലാം തന്നെ ബ്ലാസ്റ്റേഴ്സ് വിടും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം നിഖിൽ പ്രഭുവിനെയും അഭിഷേക് സിംഗിനെയും സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് താല്പര്യമുണ്ട്. ഇങ്ങനെ കുറച്ചധികം റൂമറുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത്. ടീമിന്റെ മോശം പ്രകടനത്തിൽ ആരാധകർ വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തുന്ന ഈ ഒരു സമയത്താണ് ഇത്തരം റൂമറുകൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോഴിതാ കോമെ പെപ്രയുടെ കാര്യത്തിലുള്ള ഒരു അപ്ഡേറ്റ് കൂടി വന്നിട്ടുണ്ട്. അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിനോട് ഗുഡ് ബൈ പറയുകയാണ്. വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹത്തിന്റെ ക്ലബ്ബുമായുള്ള കോൺട്രാക്റ്റ് അവസാനിക്കും. ഈ കോൺട്രാക്റ്റ് പുതുക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ സീസണിന് ശേഷം അദ്ദേഹം ഫ്രീ ഏജന്റ് ആയിക്കൊണ്ട് ക്ലബ്ബ് വിട്ടേക്കും എന്നാണ് ഫുട്ബോൾ എക്സ്ക്ലൂസീവ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ സമ്മറിൽ തന്നെ ഇദ്ദേഹത്തെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ബ്ലാസ്റ്റേഴ്സ് നടത്തിയിരുന്നു. പക്ഷേ ഡ്യൂറന്റ് കപ്പിൽ പെപ്ര മികച്ച പ്രകടനമാണ് നടത്തിയത്. ഇതോടുകൂടിയാണ് ക്ലബിന്റെ മനസ്സ് മാറിയതും അദ്ദേഹത്തെ നിലനിർത്താൻ തീരുമാനിച്ചതും. പക്ഷേ ഈ സീസണിൽ അദ്ദേഹത്തിന് അങ്ങനെ സ്റ്റാർട്ടിംഗ് 11-ൽ സ്ഥിരമായി അവസരങ്ങൾ ഒന്നും ലഭിക്കാറില്ല. ഘാന താരമായ ഇദ്ദേഹം ISLൽ ഈ സീസണിൽ 3 ഗോളുകളാണ് നേടിയിട്ടുള്ളത്. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആകെ 28 മത്സരങ്ങൾ കളിച്ച താരം 11 ഗോളുകളും 5 അസിസ്റ്റുകളുമാണ് ഇതുവരെ സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.